ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 25, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷൻ നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം എന്താണെന്നും നമ്മൾ അതിനുവേണ്ടി തന്നെ കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കണം. ലേറ്റസ്റ്റ് കാര്യങ്ങൾ അറിയുന്തോറും ഉണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആവണമെങ്കിൽ, അത് ഡെവലപ്പ് ആവണമെങ്കിൽ നമുക്ക് വേണ്ടത് സമയമാണ്. നമ്മൾ ആ സമയം പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി തന്നെ ചിലവഴിച്ചേ പറ്റൂ. ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 25 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: സുഭാൻഷു ശുക്ല ഇനോഗ്രേറ്റ്സ് ആര്യഭട്ട ഗാലറി ഓൺ നാഷണൽ സ്പേസ് ഡേ. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ആര്യഭട്ട ഗാലറി സുഭാൻഷു ശുക്ല ഉദ്ഘാടനം ചെയ്തു എന്നാണ് നാഷണൽ സ്പേസ് ഡേ. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനത്തിൽ ആര്യഭട്ട ഗാലറി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സുഭാൻഷു ശുക്ല. നമുക്കറിയാം, ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ല ഇന്ത്യയുടെ ആദ്യത്തെ പേഴ്സൺ ആണ് ഇന്റർനാഷണൽ സ്പേസ് സെന്റർ സന്ദർശിച്ചിട്ടുള്ളത്. അദ്ദേഹം നാസയുടെ ആക്സിയം 4 എന്ന മിഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ വ്യക്തി ISS വിസിറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ലയാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയുടെ അന്ന് ആര്യഭട്ട ഗാലറി, അതായത് ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട സ്പേസുമായി ബന്ധപ്പെട്ട ഒരു ഗാലറിയാണ് ആര്യഭട്ട ഗാലറി. ഇതിന്റെ റീമോഡിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അത് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് സുഭാൻഷു ശുക്ല, ദ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്, ദ ഫസ്റ്റ് പേഴ്സൺ ടു വിസിറ്റ് ISS. 2025 ഓഗസ്റ്റ് 24 പാരച്യൂട്ട് അധിഷ്ഠിത ഡീസലറേഷൻ സിസ്റ്റത്തിനായുള്ള ISRO അതിന്റെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് നടത്തിയത് ഏത് ദൗത്യത്തിനായിട്ടാണ്? ഗഗൻയാൻ ദൗത്യം. ഗഗൻയാൻ മിഷനുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് ആയിരുന്നു എയർ ഡ്രോപ്പ് ടെസ്റ്റ് IADT-01. അതായത് ഗഗൻയാൻ മിഷനിലെ ക്രൂസ് താഴേക്ക് വന്നു കഴിയുമ്പോൾ അവർ കടലിലേക്ക് പതിക്കുകയും അവരെ കൃത്യമായിട്ട് അവരെ രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള ആ ഒരു സിസ്റ്റം അത് ഇന്നലെ പരീക്ഷിച്ചു. ISROന്റെ വളരെ വിജയകരമായിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് ടെസ്റ്റ് മിഷൻ ആയിരുന്നു അത്. പാരച്യൂട്ട് ബേസ്ഡ് ഡീസലറേഷൻ സിസ്റ്റം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് പാരച്യൂട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ആ പതനം അതിനെ കൺട്രോൾ ചെയ്യുന്ന ലെവലുള്ള ഒരു ഡീസലറേഷൻ, അതായത് അതിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് പാരച്യൂട്ട് സിസ്റ്റം. അതിലൂടെ തന്നെയാണ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് IADT-01 എന്ന വളരെ വിജയകരമായിട്ട് നടത്തിയിട്ടുള്ള ഗഗൻയാൻ മിഷന്റെ ആ ഒരു പരീക്ഷണം. ഈ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് ആണ് ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. 2025 ഓഗസ്റ്റ് 24 ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് വീണ്ടെടുക്കാൻ ഏത് ഹെലികോപ്റ്ററാണ് ഉപയോഗിച്ചത്? ചിനൂക്ക് ഹെലികോപ്റ്റർ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഹെലികോപ്റ്റർ ആണ് ചിനൂക്ക് ഹെലികോപ്റ്റർ. ഈ ഒരു ഹെലികോപ്റ്റർ ആണ് ഗഗൻയാൻ മിഷന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുള്ള ഹെലികോപ്റ്റർ ചിനൂക്ക് ഹെലികോപ്റ്റർ. ചിനൂക്ക് ഹെലികോപ്റ്റർ ഇന്ത്യ വാങ്ങിയിട്ടുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് കൺക്ലൂഡ് ഇൻ ശ്രീനഗർ. ശ്രീനഗറിൽ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് സമാപിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഇത് നടന്നിട്ടുള്ളത് ശ്രീനഗറിലാണ്. ഇതിന്റെ സമാപനമായിരുന്നു. ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ളത്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ആദ്യ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ 10 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 18 മെഡലുകൾ നേടി ഏത് സംസ്ഥാനമാണ് ഒന്നാമതെത്തിയത്? മധ്യപ്രദേശ്. മധ്യപ്രദേശ് ആണ് 18 മെഡൽസ്, അതിൽ 10 ഗോൾഡ് ആണ് നേടിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ശ്രീനഗറിൽ ദ ഫസ്റ്റ് ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ്. 2025 ആദ്യ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ 2-3 സ്ഥാനങ്ങൾ നേടിയത് ആരാണ്? ഒഡീഷയും കേരളവും. ഏറ്റവും ടോപ്പ് ലെവലിൽ മധ്യപ്രദേശ്, 2ാം സ്ഥാനത്ത് ഒഡീഷ, 3ാം സ്ഥാനത്ത് കേരളമായിരുന്നു ഖേലോ ഇന്ത്യയുടെ ആദ്യത്തെ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ. 2025 ആദ്യ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ കേരളം എത്ര മെഡലുകൾ നേടി? 7 മെഡലുകൾ. 3 സ്വർണം, 1 വെള്ളി, 3 ബ്രോൺസ് ആണ് നേടിയിട്ടുള്ളത്. ടോട്ടൽ 7 മെഡൽസ് ആണ് കേരളം നേടിയിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് ലെവലിൽ മധ്യപ്രദേശ്, സെക്കൻഡ് ഒഡീഷ, ദ തേർഡ് ഈസ് കേരള. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: സെർജിയോ ഗോർ ആസ് ദ ന്യൂ US അംബാസിഡർ ടു ഇന്ത്യ. ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി സെർജിയോ ഗോർ.
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്, അതായത് ഇന്ത്യയുടെ അംബാസഡർ ആയിട്ട് സെർജി കോർ ഏറ്റെടുക്കാൻ പോവുകയാണ് US നിന്ന്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലേക്കുള്ള പുതിയ US അംബാസഡറായി ആരുടെ പേരാണ് പ്രഖ്യാപിച്ചത്? സെർജിയോ കോർ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്, അതായത് സെർജിയോ കോർ ആയിരിക്കുള്ളൂ പുതിയ US അംബാസഡർ ഇന്ത്യയിലേക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ US അംബാസഡർ സെർജിയോ ഗോറിന്റെ മുൻഗാമി ആരാണ്? എറിക് ഗാർസെറ്റി. മെയ് 1, 2023 മുതൽ ജനുവരി 20, 2024 വരെ. അതായത് ഏതാണ്ട് ഒരു വർഷം എറിക് ഗാർസെറ്റി ആയിരുന്നു US അംബാസഡർ ടു ഇന്ത്യ. അതിനുശേഷം പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സെർജിയോ ഗോർ ആയിരിക്കുള്ളൂ പുതിയ അംബാസഡർ, US അംബാസഡർ ടു ഇന്ത്യ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യസ് ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ്. ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ തന്നെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം, നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഡ്രോണുകളുടെ അറ്റാക്ക് പാകിസ്ഥാന്റെ വളരെ വിജയകരമായിട്ടാണ് ഇന്ത്യ അതിനെ കൗണ്ടർ ചെയ്തിട്ടുള്ളത്, അതായത് അതിനെ പ്രതിരോധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ആണ് വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 23 ഒഡീഷ തീരത്ത് ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ IADWS കന്നി പറക്കൽ പരീക്ഷണങ്ങൾ നടത്തിയത് ആരാണ്? DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 23 ഒഡീഷ തീരത്ത് നടത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു ടെസ്റ്റ് ഫയർ, അതായത് ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആ ഒരു പരീക്ഷണം. ഏതൊക്കെ 3 മിസൈലുകൾ ഉൾക്കൊള്ളുന്ന ഒരു മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് IADWS? അതായത് IADWS എന്ന് പറയുന്നത് ശത്രുരാജ്യത്ത് നിന്ന് വരുന്ന മിസൈലുകൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഒരേ സമയത്ത് തന്നെ പല ടൈപ്പ് മിസൈൽസുകൾ ഫയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് IADWS, അതായത് ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം. ഇതിൽ 3 മിസൈൽസിന്റെ പരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത്. ഒന്ന് ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈൽ, അഡ്വാൻസ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, ഡയറക്റ്റഡ് എനർജി വെപ്പൺ QRSAM എന്നറിയപ്പെടുന്ന ഒരു മിസൈൽ, VSHORADS എന്നറിയപ്പെടുന്ന മിസൈൽ, അതായത് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. മറ്റൊന്ന് ഹൈ പവർ ലേസർ ബേസ്ഡ് ഡയറക്റ്റഡ് എനർജി വെപ്പൺ. ഈ 3 മിസൈൽസുകൾ ഒരേ സമയത്ത് തന്നെ ഫയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റമാണ് ഇന്ത്യ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 23 വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. എയർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പവർ ആണ് ഇവിടെ എടുത്തു കാണിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, CISF ലോഞ്ചസ് ഇറ്റ്സ് ഫസ്റ്റ് ഓൾ വുമൻ കമാൻഡോ യൂണിറ്റ്. CISF അതിന്റെ ആദ്യത്തെ പൂർണ്ണമായും വനിതാ കമാൻഡോ യൂണിറ്റ് ആരംഭിച്ചു. ഈ കഴിഞ്ഞ വർഷമാണ് CISF ആദ്യത്തെ വുമൻസ് ബറ്റാലിയൻ അത് ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അതിന്റെ ആദ്യത്തെ വുമൻ കമാൻഡോ യൂണിറ്റും ആരംഭിച്ചു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റിൽ ലിംഗസമത്വം വർദ്ധിപ്പിക്കുന്നതിനായി ഏത് അർദ്ധസൈനിക സേനയാണ് ആദ്യത്തെ വനിതാ കമാൻഡോ യൂണിറ്റ് ആരംഭിച്ചത്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. അതായത് ഒരു ജെൻഡർ പാരിറ്റി, ആ ലിംഗസമത്വം ഈക്വൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ കമാൻഡോസിന് ട്രെയിനിങ് നൽകാൻ ആരംഭിച്ചിട്ടുള്ളത്. 30 വനിതാ കമാൻഡോകൾ കമാൻഡോ പരിശീലനം നേടുന്ന സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പരിശീലന യൂണിറ്റിന്റെ പേര് റീജിയണൽ ട്രെയിനിങ് സെന്റർ ബർവാഹ, മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ബർവാഹയിലുള്ള റീജിയണൽ ട്രെയിനിങ് സെന്ററിലാണ് 30 വുമൻ കമാൻഡോസിനെ ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നത്. CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആദ്യത്തെ കമാൻഡോസ് ആയിരിക്കുള്ളൂ ഈ വരുന്ന 30 വുമൻ കമാൻഡോസ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്കുള്ള ആദ്യത്തെ വനിതാ ബറ്റാലിയൻ സൃഷ്ടിക്കാൻ സർക്കാർ ഔദ്യോഗികമായി അംഗീകാരം നൽകിയത് ഏത് ദിവസമാണ്? 2024 നവംബർ 12. ഈ കഴിഞ്ഞ വർഷം 2024 നവംബർ 12 CISFന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുള്ളത്. അതായത് ദ ഫസ്റ്റ് ബറ്റാലിയൻ, വുമൻ ബറ്റാലിയന്റെ ഒഫീഷ്യൽ അപ്രൂവൽ ഇത് നൽകിയിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആണ്. എല്ലാ പാരാമിലിറ്ററി ഫോഴ്സിന്റെയും കൺട്രോൾ ചെയ്യുന്ന മിനിസ്ട്രി ആണ് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ്. മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ
യൂണിയൻ മിനിസ്റ്റർ ആണ് അമിത് ഷാ. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ റേസിംഗ് ഡേ ആണ് മാർച്ച് 10. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ്, ന്യൂ ഹെഡ് കോച്ച് ഓഫ് പ്രിട്ടോറിയ ക്യാപിറ്റൽസ് ഫോർ ദി SA20 2026 സീസൺ. SA20 2026 സീസണിലായുള്ള പ്രിട്ടോറിയ ക്യാപിറ്റൽസിന്റെ പുതിയ ഹെഡ് കോച്ച്. പ്രിട്ടോറിയ ക്യാപിറ്റൽസ് ഇത് സൗത്ത് ആഫ്രിക്കയിലെ ഫ്രാഞ്ചൈസിയാണ്. എന്നാൽ ഇതിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പ്രിട്ടോറിയ ക്യാപിറ്റൽസിന്റെ ഹെഡ് കോച്ച് ആയിട്ട് ഒരു ഇന്ത്യൻ പ്ലെയർ ആണ് ആ ഒരു ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത് ഹെഡ് കോച്ച് ആയിട്ട്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. SA20 സൗത്ത് ആഫ്രിക്ക 20 പ്രിട്ടോറിയ ക്യാപിറ്റൽസിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ആരായിരിക്കും? സൗരവ് ഗാംഗുലി. സൗരവ് ഗാംഗുലിയാണ് SA20 സൗത്ത് ആഫ്രിക്ക 20, അതായത് ഇന്ത്യക്കുള്ള ഫ്രാഞ്ചൈസി, അതായത് ചെന്നൈ സൂപ്പർ കിങ്സ്, കൽക്കട്ട നൈറ്റ് റൈഡേഴ്സ്, ഇതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക T20യുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി ആണ് പ്രിട്ടോറിയ ക്യാപിറ്റൽസ്. പ്രിട്ടോറിയ ക്യാപിറ്റൽസിന്റെ പുതിയ മുഖ്യ ഹെഡ് കോച്ച് ആയിരിക്കുള്ള സൗരവ് ഗാംഗുലി. സൗരവ് ഗാംഗുലി ആദ്യമായിട്ടാണ് ഒരു കോച്ചിങ് രംഗത്തേക്ക് ഇറങ്ങുന്നതും. 2025 ഓഗസ്റ്റ് 23 പ്രിട്ടോറിയ ക്യാപിറ്റൽസിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് ആരാണ് സ്ഥാനമൊഴിഞ്ഞത്? ജോനാഥൻ ട്രോട്ട്. ഇംഗ്ലണ്ട് താരമായിട്ടുള്ള ജോനാഥൻ ട്രോട്ട് ആയിരുന്നു പ്രിട്ടോറിയ ക്യാപിറ്റൽസിന്റെ ഹെഡ് കോച്ച്. അദ്ദേഹം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 23 സ്ഥാനമൊഴിഞ്ഞു. ആ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പോൾ സൗരവ് ഗാംഗുലി വരാൻ പോകുന്നത്. മുൻ BCCI പ്രസിഡന്റിന്റെ പേര്. നിലവിൽ ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്നു. SA20 2026 സീസണിൽ പ്രിട്ടോറിയ ക്യാപിറ്റൽസിനെ ഏറ്റെടുക്കുന്നു. ആരാണ്? മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി. ഈ ഒരു ചോദ്യത്തിൽ നിരവധി ഇൻഫോർമേഷൻസ് ഉണ്ട്. അതായത് സൗരവ് ഗാംഗുലി മുൻ BCCI പ്രസിഡന്റ് ആയിരുന്നു. കൂടാതെ ഇപ്പോഴത്തെ ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ്. കൂടാതെ സൗരവ് ഗാംഗുലി മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു ക്ലബിന്റെ ഹെഡ് കോച്ച് ആയിട്ട് സൗരവ് ഗാംഗുലി ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അതായത് സൗത്ത് ആഫ്രിക്കയുടെ പ്രിട്ടോറിയ ക്യാപിറ്റൽസ് എന്ന് പറയുന്ന ടീമിന്റെ ഹെഡ് കോച്ച് ആയിരിക്കുള്ളൂ സൗരവ് ഗാംഗുലി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, കിലാവിയ വോൾക്കാനോ ഇൻ ഹവായ് ഇറപ്റ്റ്സ് വിത്ത് 100 ഫുട്ട് ലാവ ഫൗണ്ടൻ. ഹവായിലെ കിലാവിയ അഗ്നിപർവ്വതം 100 അടി ഉയരമുള്ള ലാവ ഫൗണ്ടനുകളുമായി പൊട്ടിത്തെറിക്കുന്നു. അതായത് ഒരു അഗ്നിപർവ്വതം 100 അടി ഉയരത്തിലേക്കുള്ള ഒരു ഫൗണ്ടൻ മാതിരി ലാവ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് ഹവായിലുള്ള കിലാവ് വോൾക്കാനോ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ മുതൽ 31 തവണ പൊട്ടിത്തെറിച്ച കിലാവിയ അഗ്നിപർവ്വതം ഏത് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹവായ് ദ്വീപ്. ഹവായ് ദ്വീപിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വോൾക്കാനോ ആണ് കിലാവിയ അഗ്നിപർവ്വതം. ഈ കഴിഞ്ഞ ഡിസംബർ മുതൽ 31 പ്രാവശ്യം പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരു അഗ്നിപർവ്വതമാണ് കിലാവിയ അഗ്നിപർവ്വതം. കിലോവിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗർത്തത്തിന്റെ പേര് ഹവായ് അഗ്നിപർവ്വത ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണിത്. ഹലൈമോമോ ഗർത്തം. ഹവായ് വോൾക്കാനോസ് നാഷണൽ പാർക്കിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വോൾക്കാനോ, ഒരു അഗ്നിപർവ്വതമാണ് കിലോവോ വോൾക്കാനോ. ഈ കിലോവോ വോൾക്കാനിലെ കംപ്ലീറ്റ് ലാവകൾ അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ് ഹലൈമോമോ ക്രേറ്റർ. അതായത് ഗർത്തത്തിലേക്കാണ് ഈ കംപ്ലീറ്റ് ആയിട്ട് ലാവ ഒഴുകിയെത്തുന്നതും. ജനങ്ങൾക്ക് ഒരു ഭീഷണി ആകാത്ത രീതിയിലുള്ള ഒരു അഗ്നിപർവ്വതത്തിന്റെ പൊട്ടിത്തെറിക്കലാണ് ഹവായ് വോൾക്കാനോസ് നാഷണൽ പാർക്കിലുള്ള ഈ ഒരു വോൾക്കാനോ. അമേരിക്കൻ ഐക്യനാടുകളുടെ 50ാമത് സംസ്ഥാനം ഏതാണ്? ഹവായ് ദ്വീപ്. ദ 50th സ്റ്റേറ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഹവായ് ഐലൻഡ്. പസഫിക് ഓഷ്യനിലെ ഒരു ഐലൻഡ് ആണ് ഹവായ് ഐലൻഡ്. വളരെ വലിയൊരു ദ്വീപ് ആണ് ഹവായ് ഐലൻഡ്. ഇവിടെയാണ് കിലോ വോൾക്കാനോ ഉള്ളത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസം ഇതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു മാറ്റമുണ്ട്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.